നമ്മളുടെ സീറോ മലബാർ സഭയുടെ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഒരു വിശിഷ്ട അതിഥിയെ നമ്മൾ പരിചയപ്പെടണം, എന്തായാലും പരിചയപ്പെടണം. കാരണം ഈ രൂപത സ്ഥാപിതമാകുന്നതിന് മുൻപേ മുതൽ ഈ വിശ്വാസികളെ അക്കമ്പനി ചെയ്ത് ചെറിയ ചെറിയ മിഷൻസ് തുടങ്ങി പതുക്കെ രൂപത സ്ഥാപനത്തിലോട്ട് എത്തുമ്പോൾ അങ്ങാടിയത്ത് പിതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ട ജോണച്ചൻ വികാരി ജനറലാണ്. അതുപോലെ തന്നെ ഈ കൺവെൻഷൻ്റെ ജനറൽ കൺവീനറുമാണ് മോൺസിഞ്ഞോർ ജോൺ മേലെപ്പുറം. അച്ഛൻ്റെ അടുത്ത് നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. അച്ഛൻ ഈ രൂപത സ്ഥാപിതമാവുന്നതിന് മുന്നേ ഈ വിശ്വാസ സമൂഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് 25 വർഷത്തെ ഒരു യാത്ര, ഈ രൂപതയുടെ ഒരു വളർച്ച, ഇന്ന് ഈ നിമിഷത്തിൽ എന്ത് തോന്നുന്നു? ഒരുപാട് അത്ഭുതം തോന്നുന്നു രൂപയെ കാണുമ്പോൾ, ഓർക്കുമ്പോൾ. കാരണം കൊച്ചു കമ്മ്യൂണിറ്റി തുടങ്ങിയ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വളർന്നു പന്തലിച്ച 53 ഇടവകൾ, 34 മിഷൻസ് വലിയ രൂപയായി മാറിയില്ലേ? അത് വലിയ മിറക്കൾ തമ്പുരാന്റെ കൃപ കൊണ്ട് മാത്രം സംഭവിച്ചതല്ലേ? അത് ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമേ പറയാൻ പറ്റൂ. മനുഷ്യരുടെ സഹായം ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ ദൈവത്തിൻ്റെ കൃപയുണ്ടായിരുന്നു. പിതാക്കന്മാരുടെ കയ്യിൽ അന്ന് പിതാവ് അങ്ങടുത്ത ജൂബിലി പിതാവുടെ 25 വർഷം മുമ്പ് സ്ഥാനം എടുക്കുമ്പോൾ 3 ഇടവകളും ഒരു ഇടവയിൽ 2 മിഷനും ഉണ്ടായുള്ളൂ. മൂന്ന് സെൻറ്റൻസ് ഉണ്ടായുള്ളൂ. ബാക്കിയെല്ലാം സ്കാറ്റർ മിഷൻസ് ആയിരുന്നു അവിടെ. അവിടെയൊക്കെ സിറോമലബാർ മിഷൻസ് ഉണ്ടായിരുന്നു, കമ്മ്യൂണിറ്റികളുണ്ടായിരുന്നു. അവരെയൊക്കെ ഒന്നിച്ചു ചേർക്കാനായിട്ട് സാധിച്ചത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. അതിനൊക്കെ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കൃപ മാത്രമാണ് എൻ്റെ ഉള്ളത്. പിന്നെ ഓർക്കുമ്പോഴൊക്കെ പുറത്തോട്ട് നോക്കുമ്പോഴൊക്കെ അത് വലിയൊരു വണ്ടറായിട്ട് തോന്നുന്ന വസ്തു ഇതെങ്ങനെ സംഭവിച്ചുള്ളതൊക്കെ. ഈ അമേരിക്കയിലെ ഇത്ര വലിയ രാജ്യത്ത് നമ്മുടെ സിറോമലബാർ സഭയ്ക്ക് ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാകാൻ സാധിച്ചതില്ല. എനിക്ക് ഏറ്റവും ഞങ്ങൾ തുടങ്ങിയ കാലഘട്ടം വെച്ച് തുടങ്ങിയ കുട്ടികൾ വേദം പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതാണ് ഞാൻ തുടക്കം കുറിച്ചതൊക്കെ. അതാണ് ഏറ്റവും ആകർഷിക്കാൻ കഴിച്ചത്. ഏറ്റവും കുട്ടികൾ വേദം പഠിപ്പിക്കാൻ ആൾക്കാർ വന്നു തുടങ്ങി. പിന്നെ യങ് ഫാമിലീസ് വന്നു തുടങ്ങി. അവർക്ക് പള്ളി ഒന്നിച്ചുകൂടെ പ്രാർത്ഥന ഒരു സമ്മേളനം വേണമെന്ന് തോന്നി, സ്ഥലം വേണമെന്ന് തോന്നി. പിന്നെ കുർബാന തുടങ്ങി. അങ്ങനെ വളർന്നു വലുതായിരുന്നു. അപ്പോൾ ആദ്യകാലങ്ങളിൽ എവിടെയായിരുന്നു കുർബാന നടന്നിരുന്നത്? ആദ്യകാലം തുടക്കത്തിലേക്ക് പല വീടുകളിൽ നടന്നിട്ടുണ്ട്. പിന്നെയൊക്കെ പള്ളികളുടെ ബേസ്മെൻറ്റിൽ നടന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചില ഹോളിൽ നടന്നിട്ടുണ്ട്. പിന്നെ പള്ളി വാടകയ്ക്ക് നടത്തിയിട്ടുണ്ട്. പിന്നെ അമേരിക്കൻ പള്ളികളിൽ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള. ഏതായിരുന്നു നമ്മളുടെ ആദ്യത്തെ ഇടവക? ആദ്യത്തെ ഇടവക എന്ന് പറയുന്നത് ഇടവകയായിട്ട് വന്നിട്ടുള്ളത് ഇവിടെ ഷിക്കാഗോയിലാണ്, പള്ളിയായിട്ട് വരുന്നത്. അതിന് മുമ്പ് തുടങ്ങി മിഷനായിട്ട് തുടങ്ങിയത് ഡാളസിലാണ്. പിന്നെ മൂന്നാമത് തുടങ്ങിയത് ഡിട്രോയിറ്റിലാണ്. ഈ 3 ഇടവകളാണ് ആദ്യം തുടങ്ങിയത്. പിന്നെയാണ് എല്ലാ സ്ഥലത്തും വന്നിട്ടുള്ളത്. അന്നൊക്കെ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. കാരണം അന്നൊക്കെ സംഘടനകളിലും ആളുകളുടെ കയ്യിലേക്ക് പ്രസ്ഥാനങ്ങളല്ല, അവർക്ക് വലിയ താല്പര്യമില്ലായിരുന്നു തുടങ്ങാനായിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് രൂപയ്ക്ക് ആവശ്യം നമ്മൾ ഒരുമിച്ച് കൂടി നല്ല പറയുമ്പോൾ അവർക്ക് മനസ്സിലായി കുട്ടികൾ വേദം പഠിപ്പിക്കാൻ പറ്റുമല്ലോ, കുർബാനയിൽ നമുക്ക് കുർബാനയെല്ലാം പറ്റും, അച്ഛന്മാരുണ്ടാവും, നമുക്ക് സംവിധാനം മനസ്സിലായി. അങ്ങനെ വളർത്തുകയാണ്. ഇപ്പം ഏകദേശം 87,000 വിശ്വാസികൾ, അതിൽ കൂടുതലുണ്ട്. അപ്പം നമുക്ക് എത്ര വൈദികരുണ്ട് നമ്മളെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ട്? നമുക്ക് വേണ്ടി പള്ളി രൂപതയ്ക്ക് വേണ്ടി ആകെ 61 വൈദികരുടെ സ്വന്തമായിട്ടുള്ളൂ. പിന്നെയുള്ള ബാക്കി നമുക്ക് പാർട്ട് ടൈം അച്ഛന്മാർ, മറ്റേ അമേരിക്കൻ പള്ളി വർക്ക് അച്ഛന്മാരാണ് കൂടുതലായിട്ട്. മൊത്തം 90 അച്ഛന്മാരുണ്ട് നമുക്ക്. ആൻഡ് ഇവിടുന്നും ഈ രൂപത സ്ഥാപിതമായി ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിൽ നിന്ന് ദൈവവിളികൾ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. അവര് എത്ര പേരുണ്ട്? നമുക്കിപ്പോൾ പട്ടം കെട്ടിയുള്ള ഈ വർഷം കൂടി 4 പേര് പട്ടം കെട്ടിയതനുസരിച്ച് നോക്കുമ്പോൾ 11 പേരായി നമുക്ക്. അതായത് ഒരാൾ കനായ പള്ളിക്ക് രൂപതയ്ക്ക് വേണ്ടി പട്ടം കെട്ടി ഇവിടെ വന്നിരിക്കുകയാണ്. മറ്റുള്ള നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി പട്ടം കെട്ടിയവരാ 10 പേരും. ബാക്കി 7 സെമിനാരിക്കാർ പഠിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക്. അതെല്ലാം ഇവിടെ നിന്ന് ജനമാണ്. 2018 ആദ്യത്തെ ഒരു അച്ഛൻ വികാരിയായിട്ട് പൗരോഹിത്യം സ്വീകരിച്ചു 2018. അന്ന് 2 അച്ഛന്മാരും കിട്ടി നമുക്ക്, കെവൻ അച്ഛനും രാജീവ് അച്ഛനും, 2 പേരാണ്. എത്ര അനുഗ്രഹം, സന്തോഷമാണ് ഇങ്ങനെ ഒരു വിശേഷങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. രൂപതയുടെ തുടക്കത്തിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന ഒരു അച്ഛൻ ഇന്ന് രൂപതയുടെ 25 വർഷം യാത്ര ചെയ്ത് ഇന്ന് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ദൈവത്തിന് നമ്മൾ ഒരുമിച്ച് നന്ദി പറയുന്നു. തീർച്ചയായിട്ടും.